നമസ്കാരം. രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ സൈബർ ബുള്ളിങ് ചെയ്ത് ഒരു ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വെച്ച് കച്ചവടം ഉണ്ടാക്കി, കാശുണ്ടാക്കി, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങ് വാരി വിതറുകയാണ്, അല്ലെങ്കിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ രേണു സുധിയുടെ റീൽസ്, രേണു സുധിയെ കുറിച്ചുള്ള ഈ സൈബർ ബുള്ളിങ് വീഡിയോകൾ. പക്ഷേ അതെല്ലാത്തിനും അവർ ഒന്നും ചിരിച്ചുകൊണ്ടല്ലാതെ അവർ വേറെ അതിനകത്ത് അവരുടെ ഇന്റർവ്യൂ നമ്മൾ ശ്രദ്ധിച്ചല്ല, ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അവർ വലിയ വികാര വിക്ഷുബ്ധതയോടുകൂടി സംസാരിക്കുകയോ ഞാൻ അവനെ അങ്ങനെ ചെയ്ത് കളയും, ഞാൻ അവനെ ഇങ്ങനെ ചെയ്ത് കളയും എന്ന് പ്രസംഗിക്കുകയോ ഒന്നും രേണുസുധി ചെയ്യുന്നില്ല. അവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം അവർക്ക് ജീവിക്കണം, അതാണ് റിയാലിറ്റി. രേണുസുധി ജീവിക്കുന്നതാണ് റിയാലിറ്റി. അവർക്ക് പൈസ കിട്ടണമെങ്കിൽ അവർ ഇതുപോലെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർ ചെയ്യുന്നു. അവരിപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങിലൂടെ ആണെങ്കിലും അവർ വൈറലായതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോയ്ക്ക് മാർക്കറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയും അവരുടെ ഷോർട്ട് ഫിലിം ആയാലും അവരുടെ വീഡിയോ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നു. അവരുടെ ഇന്റർവ്യൂസ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നു. മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഓരോ വീഡിയോസിനും കിട്ടുന്നത്. താഴെ തെറിയുടെ പൂരമാണ്. അതെന്തിനാണെന്ന് വിളിക്കുന്ന സൈബർ റോളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം രേണുസുധി ഇവരുടെ ആരുടെയും വീട്ടിൽ കയറി വന്നൊന്നും എടുക്കുന്നില്ല. രേണുസുധി ഇവരുടെ ആരുടെയും മുമ്പിൽ തുണി കഴിക്കാൻ പോയിട്ടില്ല. രേണുസുധി ഇവരുടെ ആരുടെയും വീട്ടിൽ അരിയാഹാരം കഴിക്കാൻ ചെന്നിട്ടില്ല. എന്നിട്ടും രേണുസുധിയെ ഇങ്ങനെ ആക്രമിക്കുന്നു. ആ സുധിയോട് നമ്മൾ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, സുധിയോട് നീതി കാണിക്കുന്നില്ല, സുധിച്ചേട്ടനോട് ഇങ്ങനെയാണോ സുധിച്ചേട്ടന്റെ ഭാര്യ ജീവിക്കേണ്ടത്, സുധിച്ചേട്ടന്റെ വിധവ ജീവിക്കേണ്ടത്, സുധിച്ചേട്ടനോടുള്ള ആദരത്തെ അങ്ങനെ വാനോളം വാഴ്ത്തുന്ന ആൾക്കാരുടെ ഉള്ളിലോ അല്ലെങ്കിൽ പറയുന്ന പ്രവൃത്തിയിലോ ഒരല്പമെങ്കിലും സുധിയോട് അല്പമെങ്കിലും ബഹുമാനമോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ വിധവയായ ഭാര്യ ഇങ്ങനെ ക്രൂശിക്കത്തില്ല. അപ്പൊ അവിടെ അതല്ല കാര്യം. ഈ പറയുന്ന ഒരുത്തനും ഈ സുധിയോട് ഒരു തരിമ്പ് സ്നേഹം ഉണ്ടായിരുന്നില്ല. അവർക്ക് സ്നേഹം ഉള്ളായിരുന്ന ഒരേ ഒരാൾ രേണുസുധി മാത്രമാണ്. വേറൊന്നും കൊണ്ടല്ല. അന്തസ്സായിട്ട് രേണുസുധിയുടെ മക്കളെയും അവർ വൃത്തിയായിട്ട് നോക്കുന്നു, അവരുടെ കുടുംബം നോക്കുന്നു, അമ്മയെ നോക്കുന്നു. ഇതൊക്കെ രേണുസുധിയായി ഇപ്പൊ ചെയ്യുന്നത്. മരിച്ചുപോയ സുധിചേട്ടൻ സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്നല്ലോ ഇത് നോക്കുന്നത്. സോ ഈ പറയുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളുടെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് രേണുസുധി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിലേക്ക് വേറൊരു ഇതേ കൂടെ നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കിട്ടിയിരിക്കുകയാണ്. രേണുസുധിയുടെ മകനെ, മൂത്ത പുത്രനെ, അവനെ വിളിച്ചിരുത്തി കഴിഞ്ഞ ദിവസം ഏതോ ഒരു അവതാരിക ഇരുന്നോണ്ട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. സത്യത്തിൽ ആ കുഞ്ഞിനെ കൂടെ കൊലയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നതാണ് സത്യം. ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് രേണുസുധിയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ പയ്യൻ പറഞ്ഞ പുറകെയാണ്. കുറെ പേര് പയ്യനെ ഈ പറയുന്ന ന്യായീകരിച്ച് മെഴുകുന്നു, കുറെ പേര് ആരാധികയെ പൊങ്കാലയിടുന്നു. ഏതോ ഒരു ചാനലിന്റെ ഏതോ ഒരു ആങ്കർ ഇരുന്നു കൊണ്ട് ആ കുട്ടിയെ ഇരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൻ സത്യം പറഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പൂശാൻ തോന്നും. അത്രയ്ക്ക് നല്ല മാന്യമായ ക്വസ്റ്റ്യൻസ് ആണ് ആ കുട്ടി ആ ചെറുക്കനോട് ചോദിക്കുന്നത്. അതിന് എന്തായാലും ആ പയ്യൻ നല്ല ബുദ്ധിമാനാണ്. അവൻ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും ഇവരുദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ എന്തായാലും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെങ്കൊച്ചിരുന്ന് മെഴുകുവാണ് അതിനകത്തിരുന്നുകൊണ്ട്. അതായത് അമ്മ റീൽസ് അഭിനയിക്കുന്നത് കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു, ചോദിക്കുന്ന ചോദ്യത്തിന്റെ ചാനലിന്റെ ഒരു നിലവാരം സത്യത്തിൽ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്ത നാണക്കേട് തോന്നുന്ന ഒരു തരം, അല്ലെങ്കിൽ ആങ്കേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും മാനക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ആ പെൺകുട്ടിയുടെ ചോദ്യങ്ങൾ. ഒരു പക്ഷേ അവളുടെ കുറ്റമല്ലായിരിക്കാം, ചാനൽ നിഷ്കർഷിക്കുന്നതുകൊണ്ടായിരിക്കും പെൺകുട്ടി ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാവരും വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. എന്തായാലും കുറച്ച് നാളത്തേക്കെങ്കിലും ഇനി രേണുസുധിക്ക് വിശ്രമമായിരിക്കും. ഇനി ഒരു 1.5 ആഴ്ചയിലേക്ക് രേണുസുധ മകനായിട്ടായിരിക്കും കുറെ പേര് അദ്ദേഹത്തിനോട് വിനയം, സ്നേഹം, ദയ, കാരുണ്യം എന്നിവയൊക്കെ അങ്ങ് ഒഴുക്കുകയാണ്. കാരണം ആ പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കൊള്ളാവോ? അവൾ ചോദിച്ച ചോദ്യം ഇതാണ്, അമ്മ ഇങ്ങനെ റീൽസിലൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം? ആ മാന്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്കറിയാം. അതാണ് അന്തസ്സുള്ള മക്കളെന്ന് പറയുന്നത്. എൻ്റെ അമ്മ എനിക്കറിയാം. അതിൽ അഭിനയിക്കുന്ന ദാസേട്ടനും അമ്മയ്ക്കും പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. അവർ അഭിനേതാക്കളാണ്. മറ്റുള്ള എത്രയോ ആൾക്കാർ ഇഴുകിച്ചേർന്നും ലിപ് ലോക്കും ഇതൊന്നും അവൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിനോടൊപ്പം തന്നെ പറയുകയാണ്, എത്രയോ ആൾക്കാർ അവൻ ചോദിക്കുകയാണ്. അവന്റെ മാന്യത കൊണ്ടായിരിക്കും അവനത് ചോദിക്കാത്ത മകന്റെ. പറയുന്ന എത്രയോ പേര് ആൾക്കാർ അഭിനയിക്കുന്നു. ഇതൊക്കെ അഭിനയമാണെന്ന് ചിന്തിക്കാനുള്ള ബോധമില്ലേ? ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫാമിലിയെ, അല്ലെങ്കിൽ മരിച്ചുപോയ നല്ലൊരു കലാകാരന്റെ വിധവയെ അല്ലെങ്കിൽ അവരുടെ ഭാര്യയെ ഇങ്ങനെ തേജോവധം ചെയ്യുന്ന രീതി ഏത് നാട്ടിൽ നടക്കും? ലോകത്ത് ഒരു വ്ളോഗേഴ്സും ഒരു യൂട്യൂബ് ബ്ലോഗേഴ്സും അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത്തരം തറപ്പരിപാടികൾ ചെയ്യുന്നില്ല, നമ്മുടെ കേരളത്തിൽ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും. നല്ല സൂപ്പർ ആൾക്കാരാണ് നമ്മുടെ ഉള്ളത്. നല്ല മ്യാന്യന്മാർ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ രേണുസുധിക്ക് നല്ല പോലെ പൈസ കിട്ടുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിയാൽ ഇവർ സഹായിക്കുന്നുണ്ട് രേണുസുധി. കാരണം രേണുസുധിക്ക് അത്യാവശ്യം റീച്ച് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഷോസും കാര്യങ്ങളും റീൽസ് ഷൂട്ടും ഒക്കെ ആയിട്ട് അവർ നല്ല അന്തസ്സായിട്ട് പോകുന്നു. പക്ഷെ ഈ പയ്യനെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിടാമായിരുന്നു. ഒരു കാര്യവുമില്ലാതെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചിരുത്തി ഒരു പക്ഷേ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ, ഒരു കാഷ്വൽ ഇന്റർവ്യൂ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ചോദിച്ചിട്ട് അതെല്ലാം കൃത്യമായിട്ട് അവരത് പുറത്ത് കാണിച്ചിട്ടുമുണ്ട്.
എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ആ കൊച്ചിനോട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അവൻ അന്തസ്സുള്ളവനായതുകൊണ്ട് ഒന്നിനും എല്ലാത്തിനും വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അമ്മ കല്യാണം കഴിച്ചാൽ നിനക്കെന്ത് തോന്നും? അതായത് ഒരു മകനോട് ചോദിക്കുകയാണ്, അമ്മ രണ്ടാം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിനക്കെന്ത് തോന്നും? അവൻ എന്ത് തോന്നാൻ? അവൻ പറഞ്ഞ അമ്മയുടെ ഇഷ്ടം, അതാണ് അവൻ, അങ്ങനെയാണ് അവനെ വളർത്തിയിരിക്കുന്നത്. അമ്മയുടെ ഇഷ്ടം, അമ്മയ്ക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കാം, അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ അവരുദ്ദേശിച്ച മറുപടി അവന് കിട്ടിയില്ല, അവർക്ക് കിട്ടിയില്ല. അതിൽ അവർക്ക് നല്ല നിരാശയുണ്ട് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇനി കുറെ ദിവസത്തേക്ക് ഈ പറയപ്പെടുന്ന രേണുസുധിയുടെ മകനായിരിക്കും നമ്മുടെ നാട്ടിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു. നന്ദി.